ബി.ജെ.പി. കായംകുളം മണ്ഡലം സെക്രട്ടറി ബിനു വടശ്ശേരിയെ കായംകുളത്തെ എക്സൈസ് സംഘം ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും CPM-ന്റെ ചട്ടകമായി പ്രവർത്തിക്കുന്ന എക്സൈസിനും പോലീസിനുമെതിരെ ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബി.ജെ.പി. നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗൂഢാലോചനയുടെ ഭാഗമായി പത്തിയൂർ ക്ഷേത്രോത്സവം നടക്കുന്ന സമയം മുതലെടുത്ത് 12-ന് ബിനുവിന്റെ ഉടമസ്ഥതയിൽ വീടിന് സമീപത്ത് പ്രവർത്തിക്കുന്ന വടശ്ശേരി ബ്രിക്സ് എന്ന സ്ഥാപനത്തിൽ വ്യാജമദ്യം കൊണ്ടുവയ്ക്കുകയായിരുന്നു എക്സൈസ് സംഘം ചെയ്തതെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. എക്സൈസിന്റെ നീക്കത്തെ ബിനു കൈയോടെ പിടികൂടുകയും പ്രതിരോധിക്കുകയും ചെയ്തു. തുടർന്ന് എക്സൈസ് ഓഫീസറായ സന്തോഷിന്റെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിപിൻ, നന്ദഗോപാൽ, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ബിനുവിനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയാണ് ഉണ്ടായതെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. ആക്രമണത്തിൽ വലതുകൈയുടെ എല്ലുകൾ പൂർണ്ണമായും തകർന്ന ബിനുവിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ഉണ്ടായി. കഴിഞ്ഞ കുറെ കാലമായി പത്തിയൂരിലെ ഒരു പ്രമുഖ CPM നേതാവും ഒരു മാധ്യമപ്രവർത്തകനും നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് എക്സൈസിന്റെ നീക്കമെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. CPM-ഉം എക്സൈസ് സംഘവും ചേർന്ന് ബിനുവിന്റെ കുടുംബത്തെയും ആക്രമിച്ചു. ബിനുവിനെ ക്രൂരമായി ആക്രമിക്കുന്നത് കണ്ട് ഓടിയെത്തി തടയാൻ ശ്രമിച്ച ബിനുവിന്റെ ഭാര്യയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മോളി വടശ്ശേരിയെ തള്ളി താഴെയിടുകയും എക്സൈസ് ഉദ്യോഗസ്ഥർ ബിനുവിന്റെ മകളുടെ പുറത്തടിക്കുകയും ചെയ്തതായും ബി.ജെ.പി. നേതാക്കൾ ആരോപിക്കുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബിനുവിന്റെ കുടുംബം പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള ക്രൂരമായ മർദ്ദനത്തെ ബി.ജെ.പി. അപലപിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് R. വിനോദ്, മറ്റ് നേതാക്കളായ ബിജു ആമ്പക്കാട്, ബിപിൻ രാജ്, കൃഷ്ണകുമാർ രാമദാസ്, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, K. പ്രസാദ്, അഭിലാഷ് പമ്പ, ഷിബു S. അഖിൽ എന്നിവർ പങ്കെടുത്തു. പത്തിയൂരിലുള്ള ബി.ജെ.പിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ബിനു വടശ്ശേരിയുടെ വീട് കയറിയുള്ള എക്സൈസ് സംഘത്തിൻ്റെ ആക്രമണം ഇന്നലെ രാത്രിയിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. എക്സൈസ് സംഘം ബോധപൂർവം അവിടുത്തെ CPM-ന്റെ ചില മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ബിനു വടശ്ശേരിയുടെ ബിസിനസ് സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളുടെ സുഹൃത്തുക്കളോടും കൂടി അദ്ദേഹം ഇരുന്ന സമയത്ത് വളരെ രഹസ്യമായി എക്സൈസ് സംഘം അവിടെ കയറിപ്പറ്റുകയും അവരുടെ പിണിയാളുകളോ കൊണ്ടുവന്ന ചാരായം പോലെയുള്ള മദ്യം അവിടെ വെക്കുകയും അത് ബിനുവിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമെന്ന നിലയിൽ ബിനുവിനെ അബ്കാരി കേസിൽ കുടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രം ഇന്നലെ പത്തിയൂരിൽ നടക്കുകയുണ്ടായി. അതിനെ എതിർത്ത പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി ബിനുവിനെയും അതേപോലെ തന്നെ ബിനുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ അക്രമം തുടർന്ന എക്സൈസ് സംഘത്തെ തടയാൻ ശ്രമിച്ച ബിനുവിൻ്റെ ഭാര്യ, പത്തിയൂർ പഞ്ചായത്ത് മെമ്പർ കൂടിയായ മോളിയെയും അതേപോലെ തന്നെ പ്രഗ്നൻ്റായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളെയുമൊക്കെ എക്സൈസ് സംഘം ക്രൂരമായി ആക്രമിക്കുകയും ഇന്നലെ കായംകുളത്ത് ആശുപത്രിയിൽ ചികിത്സ തേടി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. CPM വിട്ട് ബിനുവും കുടുംബവും ബി.ജെ.പിയിൽ വന്ന ഏതാനും വർഷങ്ങളായി നിരന്തരം ആ കുടുംബത്തെയും ആ വ്യക്തിയെയും ഇല്ലാതാക്കാനുള്ള നിരവധി കേസുകൾ, നിരവധി പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ പത്തിയൂരിൽ CPM ബോധപൂർവം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM പ്രശ്നമുണ്ടാക്കുന്നതല്ല കൂടുതൽ ശക്തമായി പ്രതിഷേധിക്കുന്നത്, CPM-ന്റെ പ്രേരണ കൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് പോലീസിനെയും അതേപോലെ എക്സൈസിനെയും ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ പത്തിയൂരിലെ വളർച്ച തടയാൻ വേണ്ടി ബോധപൂർവം, അതൊരു വലിയ ഗൂഢാലോചനയുടെ ഫലമായി CPM-ഉം അതേപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ പ്രവർത്തനത്തെ തടയാനുള്ള ശ്രമമാണ്. അത് കയ്യാങ്കളിയിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ബി.ജെ.പിയുടെ ചുമതലപ്പെട്ട പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ശാരീരികമായി വലിയ മർദ്ദനമേറ്റ ഒരു സാഹചര്യമാണ്. എല്ലൊടിയുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസ് അതിന് വേണ്ട വിധത്തിലുള്ള കേസെടുക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ തയ്യാറാകുന്നില്ല. ആ കുടുംബം പരാതി കൊടുത്തിട്ട്
ഇത്രയും സമയമായിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകാത്തത് പത്തിയൂരിലെ CPM നേതാക്കളുടെ ഇടപെടലാണെന്നാണ് BJPയുടെ കായംകുളം മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത്. അധികാരികൾ ഈ അക്രമ സംഭവത്തിന്, ഈ അധികാര ദുർവിനിയോഗം നടത്തിയ എക്സൈസ് സംഘത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുമായി ചേർന്നുകൊണ്ട് പാർട്ടി മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധ പരിപാടി CPMനെതിരെയും അതേപോലെ തന്നെ CPM ഈ അധികാരികളെ ഉപയോഗിച്ചുകൊണ്ട് BJPയെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന ഈ പരിശ്രമത്തിനും ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യും. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് CPMൻ്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ തരത്തിലുള്ള വൃത്തികെട്ട കളിക്കെതിരെ BJP ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യും. അത് CPMനെതിരെയും അത് കായംകുളത്തെ എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. കൃത്യമായിട്ട് നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ പ്രതികളായി സൃഷ്ടിച്ചിട്ടുള്ള ബിനു വടശ്ശേരിയെയും മോളി വടശ്ശേരിയും അദ്ദേഹത്തിൻ്റെ മകളെയും അദ്ദേഹത്തിൻ്റെ മരുമകനെയും ബോധപൂർവം കുരുക്കാനുള്ള ശ്രമം മാറ്റിക്കൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടത്തി വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം. CDNet ന്യൂസ് കായംകുളം.